Okay, good morning students. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയത് പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് എന്നാണ് ചാപ്റ്റർ. അതിൽ നോക്കാൻ പോകുന്നത് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് റെസിപ്രോക്കൽ പ്രോമിസ്? എന്താണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? അതായത് ടു ആൻ എഗ്രിമെൻറ്റ് മേക്ക് മ്യൂച്വൽ പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. അതായത് ഒരു മ്യൂച്വൽ പ്രോമിസ് ആണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാം, രണ്ടായാലും ചെയ്യാമെന്നാണെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണെങ്കിൽ അത് മ്യൂച്വലി എടുക്കുന്നൊരു തീരുമാനമായിരിക്കും, പ്രോമിസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിപ്രോക്കൽ പ്രോമിസ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള തീരുമാനമായിരിക്കും റെസിപ്രോക്കൽ പ്രോമിസസിൽ ഉണ്ടാവുക. അതിൽ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. There are mainly three categories ആയിട്ടാണ് റെസിപ്രോക്കൽ പ്രോമിസസ് ഉള്ളത്. ഫസ്റ്റ് വൺ മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഒന്ന് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതായത് എന്താണ്? വെൻ ഈച്ച് പാർട്ടി മസ്റ്റ് പെർഫോം ഹിസ് പാർട്ട് ഓഫ് ദ പ്രോമിസ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് വെയിറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് റെഡിനെസ് ടു പെർഫോമൻസ് ബൈ ദ അതർ പാർട്ടി. അതായത് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മറ്റൊരാളുടെ ടൈമിനോ ഇതിനോ വെയിറ്റ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവർ ഒറ്റയ്ക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ്ലി അവരെ ഭാഗം ഈച്ച് പാർട്ടി, രണ്ട് പാർട്ടികൾ ഇൻഡിപെൻഡൻ്റ്ലി തന്നെ അവരുടെ ഭാഗങ്ങൾ പെർഫോം ചെയ്തിട്ട് പോകും. അതിനാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതർ പാർട്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങും കാര്യങ്ങളല്ല. അപ്പോൾ നെക്സ്റ്റ് വൺ കണ്ടീഷൻ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. കണ്ടീഷണൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് വെച്ചാൽ എന്താ? വെൻ ദ performance of one party depends on the prior performance of the other party, the promises are called conditional. അതായത് ഇതിലുള്ള ഒരു പാർട്ടി, വൺ പാർട്ടി മറ്റൊരാളുടെ എന്താ പറയുക മറ്റൊരാളുടെ പെർഫോമൻസിന് പ്രയോറിറ്റി കൊടുക്കും. അതായത് രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ മറ്റേയാളുടെ പെർഫോമൻസിന് പ്രയോറിറ്റി കൊടുക്കും. അപ്പം അത് ഒരു കണ്ടീഷണൽ ആൻഡ് എന്താ പറയുക ഡിപ്പെൻഡൻറ്റ് റെസിപ്രോക്കൽ പ്രോമിസസ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തത് മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. അതായത് വെൻ ദ പാർട്ടി ഹാവ് ടു പെർഫോം ദെയർ പ്രോമിസസ് സൈമിൾട്ടേനിയസ്ലി. അതായത് സൈമിൾട്ടേനിയസ്ലി തന്നെ അതിലുള്ള രണ്ട് പാർട്ടീസ് അവരുടെ എന്താ പറയുക അവർ പ്രോമിസസ് പെർഫോം ചെയ്യും. സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയം തന്നെ രണ്ടാളും അവരുടെ ഭാഗങ്ങൾ പെർഫോം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. അപ്പം 3 ടൈപ്പാണ് റെസിപ്രോക്കൽ പ്രോമിസസ്. മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്, അതായത് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തത് കണ്ടീഷൻ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. അതായത് ഒരാളുടെ മറ്റേയാളുടെ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കണ്ടീഷൻ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. മൂന്നാമത്തത് മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ് എന്ന് വെച്ചാൽ സൈമിൾട്ടേനിയസ്ലി ഈച്ച് പാർട്ടീസ് അവരുടെ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൂൾ ഫോർ ദ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ. ഈ റെസിപ്രോക്കൽ പെർഫോമൻസിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. 3 റൂൾസ് ആണുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ. മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്, മ്യൂച്വൽ ആൻഡ് നേരത്തെ പഠിച്ചത് ഇൻഡിപെൻഡൻറ്റ് പഠിച്ചു, അതുകൊണ്ട് ഞാൻ മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്, അങ്ങനെ 3 റൂൾസ് ആണുള്ളത്. മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ ആൻഡ് ബി അഗ്രീസ് ദാറ്റ് എ ഷാൾ ഡെലിവർ ഗുഡ്സ് ടു ബി. എയും ബി എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. അതിൽ എ അഗ്രി ചെയ്യാണ് ബിക്ക് ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്യാമെന്ന്. ഓക്കെ, ടു ബി പെയ്ഡ് ഫോർ ബൈ ബി ഓൺ ഡെലിവറി. അപ്പം ബി ആ സമയത്ത് തന്നെ അതിന് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നു. ഇൻ ദിസ് കേസ് എ നീഡ് നോട്ട് ഡെലിവർ ദ ഗുഡ്സ് അൺലെസ് ബി ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു പേ ഫോർ ദ ഗുഡ്സ് ഓൺ ഡെലിവറി. അതായത് ഈ ബി എന്ത് ചെയ്യും? എയും ബിയും 2 ആൾക്കാരുണ്ടാവും. എ ബിക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യാം, ആ സമയത്ത് ബി അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രോമിസ് വയ്ക്കുന്നു. പക്ഷേ അത് ഇൻ കേസ് അൺലെസ് ഈ ബിക്ക് ആ സമയത്ത് പൈസ കൊടുക്കാനില്ല എന്നുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുമ്പം തന്നെ അപ്പോൾ ഈ എക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് ഡെലിവറി ചെയ്യാതിരിക്കാം. അതിനെയാണ് മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. അത് ഒരുമിച്ച് 2 ആളും കൂടി ഉള്ളതായിരിക്കും അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ.
രണ്ടാളും കൂടിയുള്ള എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അയാൾക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ ആ പൈസ കൊടുക്കാമെന്നാണ് പറയുന്നത്. പറ്റുന്നില്ലെങ്കിൽ ആ പ്രോമിസ് ക്യാൻസൽ ആയി പോകുന്നത്. ഓക്കെ. ദെൻ മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ എന്താ? A contracts with B to execute certain building work for a fixed price. B is to supply the scaffolding and timber necessary for the work. B refuses to furnish the scaffolding of timber. So the work cannot be executed. അതായത് എയും ബിയും ഒരു കോൺട്രാക്റ്റിലുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? എ ബിക്ക് ഒരു ഫിക്സഡ് പ്രൈസിൽ ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ ആ ബിൽഡിംഗ് വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ എല്ലാ സ്കാഫോൾഡിങ്സും കാര്യങ്ങളും ബി സപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ബി അതിൽ റെഫ്യൂസ് ചെയ്യുന്നു അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എക്ക് അത് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഇല്ല. ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാനുള്ള അതിനെല്ലാ മെറ്റീരിയലും കാര്യങ്ങളും ബി ആണ് എക്ക് എത്തിക്കേണ്ടത്. എ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഫിക്സഡ് റേറ്റ് എന്നുള്ള എഗ്രിമെൻ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ. അത് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ബി സാധനം കൊടുത്താൽ മാത്രമേ എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനെയാണ് മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് if a party fails to keep his promise, the other party cannot excuse himself from performance on the ground or non-performance by the defaulting party. അതായത് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ഒരു എഗ്രിമെൻറ്റിൽ വരുന്നു. അതിൽ ഒരു പാർട്ടി അവരെ ഇത് പെർഫോമൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതർ പാർട്ടിക്ക് എന്ത് ചെയ്യാം? അതിനെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് അത് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അങ്ങനത്തെ ചില കേസസ് ഉണ്ടാവും. ഓക്കെ. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞത്. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഓരോ വ്യക്തികളും. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ സമയത്തിലോ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിലോ ഏതെങ്കിലും ഒരു പാർട്ടി റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് മറ്റേ ആൾക്ക് അതിനെ എന്താ പറയുക എക്സ്ക്യൂസ് ചെയ്യാതിരിക്കാം. അതേപോലെ അതിനെ എന്താ പറയുക ക്ലെയിം ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 റൂൾസ് ആണുള്ളത്. റൂൾസ് ഫോർ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കലിൽ മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റും മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റും മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റും. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ. മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ കുറച്ച് വലിയൊരു പോയിൻ്റാണ് മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബൈ പെർഫോമൻസ്. അതായത് എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റ്. അതായത് മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കോൺട്രാക്റ്റിൽ നമ്മൾക്ക് എന്താ പറയുക ഡിസ്ചാർജ് ചെയ്യാം. അത് വേണ്ടാന്ന് വെക്കാം. അത് ഏതൊക്കെ കേസിലാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ. ഡിസ്ചാർജ് പെർഫോമൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മറ്റേത് പെർഫോം ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ വിട്ട് നിൽക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നത്. ഓക്കെ. ഒരു കോൺട്രാക്റ്റ്. അപ്പോൾ ഏതൊക്കെ കേസിൽ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പറ്റും? ഫസ്റ്റ് വൺ ബൈ പെർഫോമൻസ്. ഫസ്റ്റ് കേസ് ബൈ പെർഫോമൻസ്. ഞാൻ എല്ലാ പോയിന്റ്സ് ഇതിൽ എഴുതുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നോട്ടിലുണ്ടാവും. ഓക്കെ. ബൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോസ്റ്റ് ഒബീവിയസ് ഓർ നാച്ചുറൽ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ പെർഫോമൻസ്. അതായത് പെർഫോമൻസ് ഡിലേ, അതായത് ഐദർ അറ്റംപ്റ്റഡോ അല്ലെങ്കിൽ ആക്ച്വലോ ആവുന്ന സമയത്ത് നമുക്ക് അത് പിന്നെ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിസ്ചാർജ് ചെയ്യാം. പെർഫോമൻസ് ഡിസ്ചാർജ് ചെയ്യാം. അതായത് പെർഫോമൻസിൽ ഡിലേ വരുന്ന സമയത്ത് നമുക്ക് ആ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും.